Hello guys, so welcome to Unemployment Pod. So myself Akash. Myself Navi. ഞാൻ സുബ്രഹ്മണ്യൻ. സോ നമ്മൾ ഈ കുറെ നാളായി പ്ലാൻ ചെയ്യണം ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും കൂടി ഒന്ന് സെറ്റാക്കി പ്ലാൻ ആയിട്ട് എടുത്തത്. അപ്പോൾ മെയിനായിട്ട് ഈ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ, രണ്ടാമത് നമ്മൾ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു എസ്പെഷ്യലി ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു നരേഷൻ സ്കിൽ ഇൻക്രീസ് ആവാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പേഴ്സണലി. അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അൺഎംപ്ലോയ്ഡ് കോഡ് എന്നാണ് പോഡ്കാസ്റ്റിന്റെ പേര്. അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ മൂന്നുപേരും എങ്ങനെ അൺഎംപ്ലോയ്ഡ് ആയി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സ്ഥലം വേറെയാണ്, ഇവന്റെ ലൈഫ് എക്സ്പീരിയൻസ് വേറെയാണ്, അവൻ ചെയ്ത സ്ഥലങ്ങൾ ചെയ്ത കാര്യങ്ങൾ വേറെയാണ്, കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ BCA ആണ് ഡിഗ്രി എടുത്തത്. അപ്പോ BCA ഏകദേശം എത്ര ഒരു 11 സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ അത് എഴുതിയെടുത്തില്ല, ഇപ്പോഴും ഒരു 10 സപ്ലൈ കിടപ്പുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെബ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ പഠിച്ചു, ഒരു ജോലിക്ക് കയറി. ഇപ്പൊ അവിടെ നിന്ന് റിസൈൻ ഇട്ടിട്ട് ബാക്ക് ടു അൺഎംപ്ലോയ്മെന്റ്. സോ അടുത്തത് കുഞ്ഞുണ്ട് നവീൻ, ഓൾസോ നോൺ ആസ് വേറൊരു ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ഒറ്റച്ചാട്ടം ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും എന്റെ ഇൻഡസ്ട്രി. സോ ഈ ബേസിക്കലി പ്ലസ് ടു കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ടല്ലേ 10 കഴിഞ്ഞ് നേരെ കോളേജിൽ പോയി. പ്ലസ് ടു പഠിച്ച് കമ്പ്യൂട്ടർ ഫീൽഡ് തന്നെ. പ്ലസ് ടു പഠിച്ചിട്ട് കമ്പ്യൂട്ടർ ബേസ്, അത് വീണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെ ഒരു ഡിപ്ലോമ ചെയ്ത് ഇയർ ഇവരെ സപ്ലൈകളുണ്ടായി, എഴുതിയെടുത്ത് 12 സപ്ലൈകളുണ്ടായി. എല്ലാം കോളേജ് കഴിയുന്നതിനൊപ്പം തന്നെ അത് തീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ഫീൽഡ് ചേഞ്ച് ആക്കാൻ ഒരു ചിത്രമാണ്. നേരെ ചേഞ്ച് ആക്കി നേരെ ഹോട്ടൽ ഫീൽഡിലേക്ക് ഒരു 1 ഇയർ ഡിപ്ലോമ പഠിച്ച് കഴിഞ്ഞ് അതിൽ ബാംഗ്ലൂർ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പൊ തന്നെ കാര്യം പിടികിട്ടി എന്റെ ഫീൽഡല്ല എന്നൊരു തോന്നൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ തിരിച്ചും പോയേക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെ കൊണ്ടാവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയായേക്കാം. ഇൻട്രസ്റ്റ് ഇല്ല, അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ബാക്ക് ടു അൺഎംപ്ലോയ്മെന്റ്. നമ്മൾ മൂന്നുപേരും ബാക്ക് ടു അൺഎംപ്ലോയ്മെന്റ് ആണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ പേര് പറഞ്ഞു സുബ്രഹ്മണ്യൻ. ഞാനിപ്പോ അൺഎംപ്ലോയിഡ് പറഞ്ഞുതരാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. BCA എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ BCA അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. അതിന് പിന്നെ കൂടുതൽ ട്രൈ ചെയ്തില്ല. ഫസ്റ്റ് ഒരു കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയല്ല, മാനേജ്മെന്റിലായിരുന്നു ചേർന്നിരുന്നത്. BSc കമ്പ്യൂട്ടർ സയൻസ് 6 സപ്ലൈ ഉണ്ട്, 6-ൽ കൂടുതൽ സപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു 3 ക്ലിയർ ചെയ്തു. ഇപ്പൊ 3 വീണ്ടും ക്ലിയർ ചെയ്യാനുണ്ട്. ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വീട്ടിൽ കുറച്ച് സ്ഥിരമാണ് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഒന്ന് ഇപ്പൊ നമുക്ക് പിന്നെ ഞാൻ സെയിൽസിൽ പോയിരുന്നു. അവിടെ ആദ്യം നല്ലൊരു കമ്മീഷനിൽ പ്രൊഡക്റ്റ് സെൽ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു മാർജിനിൽ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് ചെയ്ത് തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു സ്കെയിൽ നമ്പർ ഇത് നമുക്ക് തന്നില്ല. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്താൽ കമ്മീഷൻ തന്നില്ല. അതന്നെ കമ്മീഷൻ, വാക്ക് പറയാൻ കിട്ടുന്നില്ല. ഒരു 30% കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ട് 5% ഒക്കെ തന്നുള്ളൂ. അപ്പൊ എനിക്ക് അത് അവരാദ്യം പറഞ്ഞത് 30 തരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഇങ്ങനെയല്ല പറഞ്ഞത്, മാറ്റി പറഞ്ഞു. ചിലപ്പോ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കുറവുണ്ടായിരിക്കാം. 2 പേരുണ്ടായിരുന്നു. ഒരാള് പറഞ്ഞ് ഇത്ര കൂടുതൽ ശതമാനം തരാന്ന് പറഞ്ഞു. പക്ഷെ ഇയാള് കേട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ വർക്ക് ചെയ്ത് വന്നപ്പോൾ 5% കമ്മീഷൻ തന്നത്.
5 ഒരു ഏകദേശം ഒരു വാല്യൂ പറഞ്ഞാണ്, കറക്റ്റ് അല്ല. അപ്പൊ ഞാനത് നിർത്തി. ബാക്ക് ടു നമ്മൾ കുറെ സമയം ട്രൈ ചെയ്ത് നോക്കി, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നുണ്ട്, പഠിച്ചിട്ടില്ല. പിന്നെ വെബ് ഡെവലപ്മെന്റ് കുറച്ച് പഠിച്ചിരുന്നു. ഇപ്പൊ കറന്റ് അൺഎംപ്ലോയിഡ് ആണ്. അങ്ങനെ അപ്പൊ നമ്മ ഈ പോഡ്കാസ്റ്റില് നമുക്ക് കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആയാലും ഇപ്പൊ വെൽത്ത് എന്തായാലും ജനറേറ്റ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു വരുന്നുള്ളത് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനും പ്രശ്നമുണ്ട്, അപ്പൊ അതും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ വേൾഡ് വ്യൂസ് പിന്നെ ബാക്കിയുള്ളവർക്കും ഇൻസ്പയർ ആവുന്ന രീതിയിൽ, യൂത്തിനും ഇൻസ്പയർ ആവുന്ന രീതിയിലുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഉള്ളത്. നമ്മ എങ്ങനെ വെൽത്ത് ജനറേറ്റ് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പൊളിറ്റിക്കൽ ന്യൂസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പൊ നമ്മളിപ്പോ 3 പേര് പറയുന്നതിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓഫ് കോഴ്സ് മിസ്റ്റേക്സ് ഉണ്ടാവും. നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ഞങ്ങളുടെ 3 പേരെയുള്ള ഒരു പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോ സുബ്രു ഇപ്പൊ സെയിലിന് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ്ലി നീ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ സെയിലിന് പോയത്? ഡിഗ്രി കഴിഞ്ഞ ഒരു 2-3 months വെറുതെ. ഓക്കെ. അപ്പൊ തന്നെ പോവാൻ നോക്കി. സെയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു, എന്തെങ്കിലും സെയിൽസ് ആയിട്ട് ചെറുതായിട്ടായാലും. സെയില് പഠിക്കണത് എനിക്ക് ഇമ്പോർട്ടന്റ് സ്കില്ല് തോന്നി. ഭാവിയിൽ എന്തെങ്കിലും ബിസിനസ് എന്തായാലും ചെയ്യും. എംപ്ലോയി ആയാലും ഭാവിയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഫസ്റ്റ് തന്നെ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും സെയിൽസ് ജോബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഭാവിയിൽ ഇമ്പ്രൂവ് ആവാൻ ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ച് ഫസ്റ്റ് തന്നെ ഞാൻ സെയിലിൽ പോയി. അങ്ങനെ ഈ സെയിലിൽ ഇപ്പൊ നീ സെയിലിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫസ്റ്റ് തന്നെ മറ്റേ ഷീറ്റിന്റെ അതായത് പറഞ്ഞില്ല, ഒരു റൂഫിംഗ് ഷീറ്റിന്റെ ഇതായിരിക്കും. അതായത് അവര് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാനാണുള്ള ഷീറ്റ്. അവര് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഷീറ്റ് ഇവൻ സെയിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഒരു കമ്മീഷൻ അവർ സെയിൽ ചെയ്യണ കമ്മീഷൻ നിനക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ്ലി എങ്ങനെയാണ് നീ ഇപ്പോ അവരെ കണ്ടുപിടിച്ചത്? ഇപ്പോ സെയിൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഒരാളെ ഇപ്പൊ ഒരു കാർ സെയിൽ ചെയ്യാൻ പോലും ഞാനൊരു ഡീലറെ കണ്ടുപിടിക്കണ്ടേ? നല്ലൊരു ഡീലർ നീ എങ്ങനെയാ കണ്ടുപിടിച്ചത് ആളെ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൺലൈനിൽ ആരൊക്കെ എന്തൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ. സിമെന്റ്, TNT കമ്പനി അങ്ങനത്തെ സാധനമാണ്. ഞാനിപ്പോ റൂഫിംഗ് ഷീറ്റ് അങ്ങനത്തെ ഒരു സാധനം സെലക്ട് ചെയ്തതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പൊ ഗൂഗിൾ മാപ്പിലോ ഗൂഗിൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെല് ചെയ്യണത് കാണാൻ പറ്റും. അവരെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ സെല് ചെയ്ത് തരാം, കമ്മീഷൻ തരുമെന്ന് ചോദിക്കാം. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ കുറെ ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, ഓരോരുത്തരും ബിസിനസ് ചെയ്യണത്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റിനെ കിട്ടുന്നത്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആളുടെ ബിസിനസ് ആള് പ്രൊമോട്ട് ചെയ്യണതാണ്. ഓക്കെ. അങ്ങനെ നല്ലൊരു വഴിയാണ് ഇപ്പൊ സെയിൽസ് ചെയ്യാനാ, എന്തെങ്കിലും ബിസിനസ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനാ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ആവാം. എന്നിട്ട് അവരെന്താ സംസാരിക്കണേ നമുക്ക് നോക്കാം, നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടും. നെറ്റ്വർക്കിംഗ് ചെയ്യാല്ലേ മാക്സിമം? നെറ്റ്വർക്കിംഗ്, അതെ. മാക്സിമം ഓരോ ഗ്രൂപ്പിൽ ഇപ്പൊ ബിസിനസ്സുകാരായിട്ടുള്ള ഗ്രൂപ്പിൽ ചേരാം. എന്ത് ഗ്രൂപ്പായാലും അത്യാവശ്യം അവിടെ നിങ്ങൾക്ക് ഇപ്പൊ സെയിലാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യണം, ഇപ്പൊ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണ ഗ്രൂപ്പ്സിൽ കയറാം. അങ്ങനെ ഈ ഗ്രൂപ്പ്സ് എങ്ങനെ കണ്ടുപിടിച്ചു? ഫേസ്ബുക്കിൽ നിന്നാണോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോന്റെ അടിയിലൊക്കെ ചിലർ ഇപ്പൊ കമ്മ്യൂണിറ്റി ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യുമല്ലോ? ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്ക് ഉണ്ടാവല്ല, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ അവരുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടാവും. അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പില് ചേരാം. അപ്പൊ അവര് ലിങ്ക് ഷെയർ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം. ഞാനൊരു വേറെ ഒരു ഫ്രണ്ട് വഴിയാ ഈ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടിയത്. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും സെയില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് ഇപ്പോ ഒരു ജോലിക്ക് പോവാണെങ്കിൽ പോലും ഒരു നിങ്ങൾ കാണുന്ന ഒരു ഇന്റർവ്യൂ കിട്ടണം, പക്ഷെ ഞാൻ കാണുന്ന പറഞ്ഞാൽ അത് ആക്ച്വലി അത് നമ്മളെ തന്നെ സെയിൽ ചെയ്യണം. ഇന്റർവ്യൂവിൽ ഇപ്പോ ഞാൻ കണ്ടെടുത്തോളം വെച്ച എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഇന്റർവ്യൂവില് നമുക്ക് അവര് ചോദിക്കണ നമ്മുടെ നോളജിലും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവിടെ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോ നീയും ഞാനും ഒരേ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ ഒരു ഇന്റർവ്യൂവർ എടുത്ത് എനിക്ക് നന്നായിട്ട് എന്നെ അല്ലെങ്കിൽ നിനക്ക് നിന്നെ നന്നായിട്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് നിനക്ക് ഇന്ന സ്കില്ലുണ്ട്, നിനക്ക് അതറിയാം ഇതറിയാം, നീ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ ഇപ്പൊ ആ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ പറയണ എന്റെ സർട്ടിഫിക്കറ്റ് പോർട്ട്ഫോളിയോ മാത്രം കാണിച്ചിട്ട് ഇത്രയൊക്കെയാണ് എന്റെ സ്കില്ല്, എനിക്ക് അത്ര കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാന്ന് വിചാരിക്കാം. നിനക്കായിരിക്കും ആ ഒരു ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ.
സ്കില്ല് ഇപ്പൊ കൂടുതലും മറ്റേ ആൾക്കായിരിക്കാം. സ്കില്ല് ചിലപ്പോ പക്ഷെ ആയിരിക്കാം, ചിലപ്പോ നിനക്ക് സ്കില്ല് കുറവായിരിക്കാം, പക്ഷെ നിനക്ക് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, സെയിൽസ് സ്കില്ലുണ്ട് നിനക്ക്. അപ്പോ ഇന്റർവ്യൂ നിനക്ക് പെട്ടെന്ന് കിട്ടും. എനിക്ക് പരിചയമുണ്ട്, മീൻസ് ഞാനിപ്പോ ഓഫീസിലായാലും ഇന്റർവ്യൂ എടുക്കുന്നതാണ്. അപ്പൊ സാറ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ എനിക്കറിയാം ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ഒരാളേലും പ്രോബബിലിറ്റി ആ ജോബ് കിട്ടാൻ പ്രോബബിലിറ്റി നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്കാണ്. അത് നിങ്ങളിപ്പോ ഞാൻ വേറെ യൂട്യൂബ് വീഡിയോയിലും പല വീഡിയോസിലും ഈ മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടിട്ടുണ്ട്. എന്റെ ലൈഫിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ പോട്ടെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാര് മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ റീൽസൊക്കെ കണ്ടാല് ഒട്ടത്തരായിരിക്കുള്ളൂ പറയണം, പക്ഷെ പ്രത്യേക പാട്ടും എഡിറ്റും ഒക്കെ ചെയ്ത് ഇപ്പൊ ഒരു വീഡിയോ ഇടുമ്പോ കൺവിൻസിങ് ആണ് ഇത്. അപ്പൊ ആൾക്കാര് ഫോളോ ചെയ്യാവരാ, കൺവിൻസിങ് അവർക്ക് തോന്നിയാ മതി ഇത് ശരിയാണല്ലോ എന്ന് തോന്നുമ്പോ മണ്ടത്തരായിരിക്കും പറയണത്. അങ്ങനെ പിന്നെ സെയില് ഒരു ബിസിനസ് ചെയ്യാനുള്ള നോക്കുമ്പോ സെയിലാണ്. പിന്നെ അതൊരു നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറ്റൻഷൻ സ്പാൻ എടുക്കുന്ന സംഭവമാണ് സെയില്. നല്ലൊരു സ്കില്ലാണ്, പക്ഷെ ആൾക്കാർ മിസ്യൂസ് ചെയ്യാനുണ്ട്, മറ്റുള്ളവരെ പറ്റിക്കാനും പറ്റിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കോർട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് മെയിൻലി ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്യുമെന്റിങ് ആണ്. അതായത് ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പൊ ഫ്രീലാൻസിങ്ങിന്റെ വീഡിയോസ് ഇടാം. അതായത് ഇന്ന പ്രോജക്റ്റ് കിട്ടി, ക്ലയന്റ് ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് കാണാനായിട്ട് ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി പറഞ്ഞാൽ എന്റെ സ്കിൽസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കണ്ടന്റ് ആയിട്ട് പുട്ട് ചെയ്യാണ്, ഇടുകയാണ്. അപ്പൊ നീ ഒരു ബിസിനസ്മാൻ എന്റെ വീഡിയോ കാണുന്നു, എനിക്കൊരു വെബ്സൈറ്റ് ആവശ്യമുണ്ട്, നീ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എനിക്ക് തരും. എനിക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ജോബിന് നോക്കുകയാണെങ്കിലും ഒരു ബിസിനസ് സെറ്റ് ആക്കാൻ നോക്കുകയാണെങ്കിലും മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക. അതേപോലെ നിങ്ങളുടെ സെയിൽസിന്റെ സ്കിൽ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക. ഈ 2 സ്കിൽ ഇമ്പ്രൂവ് ആക്കിയാൽ നിങ്ങൾക്ക് ലൈഫിൽ പട്ടിണി അടക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സെയിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പട്ടിണി അടക്കൂല നിങ്ങൾ. എനിക്ക് അതിനകത്തൊരു 100% ഉറപ്പുണ്ട്. എനിക്ക് എന്താ പറയാനുള്ളത് സെയിൽസിന്റെ? ഭയങ്കര ശരിയാണ്. നമ്മ മാറ്റിയെടുക്കും. ഇതന്നെ എന്റെ കംഫോർട്ട് സോൺ ബ്രേക്കിംഗ് ആണ്. ഇത് തന്നെ ഞാൻ ഇവിടെ കിടന്ന് വേർക്കണം, ഇവിടെ കാണുമ്പോ എനിക്കറിയില്ല. ഫസ്റ്റ് വീഡിയോയിൽ ഇപ്പോ ഞാൻ ഫേസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഇതുവരെ വോയിസ് ഇടുമ്പോഴായാലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ട്രയൽ എടുത്തപ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും. അപ്പൊ അതൊക്കെ മാറ്റാനാണ് നമ്മൾ മെയിൻലി പോഡ്കാസ്റ്റ് ചെയ്യണത്. നമ്മളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ ആ ഒരു നാച്ചുറൽ. ഇപ്പൊ ഞാൻ ഇവനോടും ജസ്റ്റ് നാച്ചുറലി സംസാരിക്കണം എങ്ങനെയാണോ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ക്യാമറയിൽ സംസാരിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് ഈ പോഡ്കാസ്റ്റ് എടുക്കേണ്ടത്. കാരണം നിനക്ക് ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഷൈനസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സീനായ കൊണ്ട് ലൈഫിൽ എവിടെയും പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പൊ ജോബിലായാലും ഷൈനസ് മാറിക്കണം. ഷൈനസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും പല ഇപ്പൊ നമുക്ക് കിട്ടിയ അവസരം നമ്മ തന്നെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ചെറിയ എങ്ങനെ അവര് തിരിച്ചറിയണം മാത്രമല്ല ഓരോ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കുറെ മിസ്സാവും നമുക്ക്. മുതലെടുക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നോ പറയാൻ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടണം എങ്ങനെയെന്ന് അറിയില്ല. എനിക്കും എക്സ്പീരിയൻസ്. നമുക്കിപ്പോ വർക്ക് ചിലത് വരുമല്ല, ചിലപ്പോ എനിക്കറിയാം അത് ഭയങ്കര സീനായിട്ടുള്ള വർക്കാന്ന് അറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് എപ്പോഴും തന്നെ ക്ലയന്റ് ആണെങ്കിൽ എനിക്ക് നോ പറയാനായിട്ടാണ് ഇഷ്യൂ. അത് ആക്ച്വലി ഭയങ്കര ഇഷ്യൂ ആണ്. നോ പറയാൻ പറ്റായിക എന്നുള്ള എനിക്കെന്നെ അത് പണി കിട്ടിയിട്ടുണ്ട്. പറഞ്ഞില്ലെങ്കിൽ അവര് നമ്മളെങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മുതലെടുക്കും. അതങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ബിസിനസ്മാൻ ആണെങ്കിൽ എനിക്ക് എങ്ങനെയാലും പൈസ ഉണ്ടാക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുള്ളൂ. ഇവനിപ്പോ ഞാനൊരു കോംപ്ലിക്കേറ്റഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇവൻ പൈസ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇവനെ ഞാൻ ആ വലിയ പ്രോജക്റ്റ് പൈസ ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ ഇവൻ ചിലപ്പോ ആ സ്നേഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഇത്ര നാൾ വർക്ക് ചെയ്തതിന്റെ പുറത്തോ എനിക്ക് നോ പറയാൻ വേണ്ടിയിരിക്കണം. പക്ഷെ അത് എനിക്ക് ലാഭമാണ്, അവന് നഷ്ടമാണ്. അതാണ് നിങ്ങള് എങ്ങനെയായാലും നോ പറയാന് പഠിക്കണം. ഞാനും പഠിക്കണം. പിന്നെ ഒരു ടൈം റിയലൈസേഷൻ വന്നു. ഞാനിപ്പോ ഇന്നലെ കൂടി പറഞ്ഞില്ല. ഇന്നലെ ഒരാളുടെ രാത്രി ഞാൻ പറഞ്ഞില്ല വർക്ക് ഒരു നമുക്ക് എന്നെ കൊണ്ട് കുറെ മറ്റേ
ഈ PDF ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരാളെന്ന് പറഞ്ഞില്ല, എന്നിട്ട് വർക്ക് തന്നില്ല, ആള് പുറത്തുനിന്ന് സോഴ്സ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അതായത് ആള് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ഇപ്പൊ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ ഓരോ ക്ലയന്റിന് ഓരോ പ്രൊപ്പോസൽ എടുക്കും. അതായത് ഇപ്പൊ ഈ എന്താ പറയാ, ഇപ്പൊ ഇന്ന വർക്ക് ഇപ്പൊ ഒരു വെബ്സൈറ്റ് ആണ്, എനിക്ക് ഒരു വെബ്സൈറ്റ് ചെയ്യണം. അപ്പൊ ഈ വെബ്സൈറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിനെന്തൊക്കെ ബഡ്ജറ്റ് വരുന്നൊക്കെ ഉള്ളത് ഒരു PDF ആക്കിയിട്ട് ഇതിന്റെ ഒരു ഓവർവ്യൂ കൊടുക്കും, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ. അപ്പൊ ഇതൊരു ക്ലയന്റിന് കൊടുക്കണം. അപ്പൊ ഇയാൾ എന്നെ വിളിച്ച് മീൻസ് ഒരു ഫ്രണ്ട് വഴിക്ക് കിട്ടിയതാ, എന്താ ഇൻസ്റ്റാഗ്രാം ഫോളോവർ വഴി കിട്ടിയതാണ്. അപ്പൊ ആള് പറഞ്ഞ് ആൾക്ക് പുറത്ത് കുറച്ച് ക്ലയൻസ് ഉണ്ട്, അപ്പൊ ആളെ കമ്പനിക്ക് വേണ്ടി എനിക്ക് പ്രൊപ്പോസൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് മറ്റേ ക്ലയന്റിന് പ്രൊപ്പോസൽ ഉണ്ടാക്കി കൊടുക്കണം, പക്ഷെ ഞാൻ എന്റെ കമ്പനിന്റെ പേരൊക്കെ മാറണം. നമുക്ക് നഷ്ടമാണ്, ബ്രാൻഡിന്റെ ഇഷ്യൂ ആണ്. പിന്നെ എനിക്കറിയൂല ആള് വർക്ക് തരുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ. പിന്നെ നമുക്ക് വർക്കിന്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം ഞാൻ പിന്നെ ഓക്കെ എന്തായാലും അവിടെ വർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമാണല്ലോ, ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തപ്പോ ഫസ്റ്റിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇയാളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ എന്റെ ലോഗോ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് രാത്രി കിടന്നു 11 മണിയായപ്പോ പിന്നെയും വിളിച്ച് ഇപ്പൊ തന്നെ അത് മാറ്റണം, അത് ലോഗോ മാറ്റണം, ആളെ ലോഗോ വെക്കണം, ബ്രാൻഡൊക്കെ മാറും. എനിക്ക് അന്നേരം നോ പറയാൻ പറ്റില്ലോ, ഉള്ള കാര്യം പറയാം. എനിക്ക് നോ പറയാൻ പറ്റിയില്ല, കാരണം കിട്ടുമല്ലോ നോക്കിട്ട് ഞാൻ നോക്കിയ നോ പറഞ്ഞു. പിന്നെ ആരും മടി നമുക്ക് ഇല്ല, സ്ട്രേഞ്ചറിനോട് അത് പ്രൊപ്പോസൽ ചെയ്ത് കൊടുത്ത് രാത്രി ഞാൻ ചെയ്ത് കൊടുത്ത് മീൻസ് ലാപ്പൊക്കെ എടുത്ത് വെച്ച്. പിന്നെ എനിക്ക് ക്യാൻവ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോണിൽ കൂടെ ഞാൻ ചെയ്ത് കൊടുക്കും. ഓൺലൈൻ അറിയാലോ പണിയാണ്. ഉറങ്ങിയത് ഞാൻ രാത്രി 11 മണിക്ക് ഫോൺ ചെയ്യണത്. ഫുള്ള് പ്രൊപ്പോസൽ കാര്യങ്ങള് ലോഗോ മാറ്റി കൊടുക്കും. അപ്പൊ എന്റെ പ്രൊപ്പോസലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മറ്റേ ബ്ലാക്ക് കളറാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോറിനേഴ്സിനൊക്കെ അവർ പ്രൊപ്പോസൽ കൊടുക്കുമ്പോൾ അവർ പ്രിന്റ് എടുത്തിട്ടാണ് കൊണ്ടുപോകാം. പ്രിന്റ് എടുത്തുകൊണ്ടുപോകാന്ന് പറയും, ബ്ലാക്ക് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ മറ്റേ സംഭവം വരും, കറക്റ്റ് ആവില്ല, ഷെയ്ഡ് വരും, ഭയങ്കര അഗ്ലിയായിട്ട് കിടക്കുള്ളൂ, മെസ്സപ്പായി കിടക്കുള്ളൂ. അപ്പൊ ആള് പറഞ്ഞത് വൈറ്റ് ആക്കണം എന്ന് പറഞ്ഞു. എല്ലാ പേജും ഞാൻ വൈറ്റ് ആക്കണം. അതായത് വൈറ്റ് ആക്കുമ്പോന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അത്ര വൈറ്റ് ആക്കിയിട്ട് കാര്യമില്ല, ടെക്സ്റ്റ് ബ്ലാക്ക് ആക്കണം. ടെക്സ്റ്റ് ബ്ലാക്ക് ആക്കണം, അത് വൈറ്റ് ആക്കണം. നമുക്ക് ഇത്രയും ചെയ്ത് ഇനി നോ പറയാൻ പറ്റൂലല്ല. എനിക്ക് ഇറങ്ങാണ് ചീത്ത പറയണം. ഞാനും ഒന്നും നമുക്ക് അങ്ങനെ ക്ലയന്റ് ആയിരുന്നു, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മള് സെറ്റ് നമ്മുടെ ക്ലയന്റ് അല്ല. ഞാൻ വിളിച്ചിരുന്നവരാ ചെയ്തു കൊടുക്കണോ, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് പിറ്റേ ദിവസം ആള് പിന്നെയും വിളിച്ചു, രാവിലെ വിളിച്ചു. ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇത് ചെയ്തു കൊടുത്തിട്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നു. പിന്നെ വേറെ വർക്കൊന്നും ആള് വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആള് വിളിച്ചിട്ട് പറഞ്ഞു ആൾക്ക് 5000 രൂപയ്ക്ക് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കണം, പോസ്റ്റിംഗ് അടക്കം 5000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വെച്ച്. 1000 രൂപ ഡൊമൈൻ ഹോസ്റ്റിംഗ്, 1000 രൂപ 500 രൂപ ലാഭം. എന്ത് കാര്യമുണ്ട് അതും അതും എടാ നമ്മുടെ ബ്രാൻഡിങ് ആണ് നോക്കിയേ. ഇപ്പൊ എന്റെ ബ്രാൻഡിലാണ് ഞാൻ അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലയന്റ് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അവരെ ബ്രാൻഡിങ്ങിൽ ഞാൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര ലാഭത്തിൽ ബ്രാൻഡ് വാല്യൂവിലും അതുമില്ല. അങ്ങനെ അവസ്ഥയായിട്ട് ഞാൻ നോ പറഞ്ഞു. ഞാനന്ന് പറഞ്ഞു ഇല്ല, എനിക്ക് ഇങ്ങനെ പറ്റൂല, നമ്മുടെ ബ്രാൻഡിലാണ്. ഞാൻ ഇവനെ വിളിച്ചു ചോദിച്ചാന്ന്, സുബ്രനെ ഞാൻ വിളിച്ചു ചോദിച്ചാടാ ഇങ്ങനെ പറയുന്നുണ്ട്, ചെയ്യണം. ആള് ഇതാണ്, ആള് ഭയങ്കര കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് പ്രോജക്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ മറ്റേ പ്രോജക്ട് ഇട്ടും വലിയ പ്രോജക്ട് ഇട്ടും അതാണ് ഇതാണ്. ആൾക്ക് എന്തോ പ്രോജക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആൾക്ക് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. ആളെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴി പ്രൊപ്പോസൽ ഞാൻ കൊടുക്കാൻ. അപ്പൊ ആള് കുറെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. കാരണം അത് യൂറോപ്പിലുള്ള ക്ലയന്റ് ആണ്, മറ്റേ പ്രോജക്ട് ഇട്ടും വലിയ പ്രോജക്ട് ഇട്ടും. ആളെ ഭാഗത്ത് നോക്കുമ്പോ ശരിയാണ്. ഇപ്പൊ ഞാനായാലും കൺവിൻസ് ചെയ്യാൻ നോക്കുള്ളൂ. ബിസിനസ് ആണിത്. നമ്മുടെ നോ പറയാന്നുള്ളത് എന്റെ ഭാഗത്ത്. ഞാൻ നോ പറഞ്ഞില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്, ആളെ മിസ്റ്റേക്ക് അല്ല. ആളെ ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൺവിൻസ് ചെയ്യിക്കുക, പണിയെടുപ്പിക്കുക, കൺവിഷൻ പിടിക്കുക. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, എനിക്ക് ഇവരെ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആയിട്ട് ഞാൻ നോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല പറ്റൂല എന്ന് പറഞ്ഞു. ആ നോ പറഞ്ഞപ്പോ ആള് പയ്യെ പറഞ്ഞു അന്ന് ഓക്കെ. ഞാൻ റീസണും പറഞ്ഞു നമ്മുടെ ബ്രാൻഡിലാണെങ്കിൽ ഓക്കെ എനിക്ക് ചെയ്തു തരാം. 5000 ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത്തിരി കൂടി ഒരു 2K കൂട്ടിട്ട് ഞാൻ ചെയ്തു തരാം നമ്മുടെ ബ്രാൻഡിങ് വെച്ചാണെങ്കിൽ. അപ്പൊ ആള് ഓക്കെ ആരും കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആള് ഓക്കെ നമ്മുടെ ബ്രാൻഡിങ്ങിൽ ചെയ്യാന്ന് പറഞ്ഞു. അല്ല നമ്മളെല്ലാം സമ്മതിച്ചു കൊടുക്കണേ മാത്രം നോ പറഞ്ഞാൽ ചിലപ്പോ നമുക്കത് കിട്ടി വരും. അങ്ങനെ ഇപ്പൊ ഒരു പ്രോജക്റ്റ് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ക്ലോസ് ആയിട്ടില്ല. കുറച്ച് പേര് കാണികള് ചെയ്യും. അതെ, ഇപ്പൊ അവരെ ബ്രാൻഡിൽ ഇപ്പൊ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നമ്മുടെ ബ്രാൻഡിൽ ചെയ്യുകയാണെങ്കിൽ
അറ്റ്ലീസ്റ്റ് ഒരു പോർട്ട്ഫോളിയോയിലെങ്കിലും വെക്കാൻ നമ്മുടെ ബ്രാൻഡിൽ ചെയ്തേണ്ടെന്നൊക്കെ പറഞ്ഞു. നോ പറയണേനും കൺവിൻസ് ചെയ്യാനും സെയിൽസിനും വലിയ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ലൈഫിൽ. ചില കാര്യങ്ങൾക്ക് നോ പറയാതെ തന്നെ വേണം. കാരണം നോ പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ രീതിക്ക് സാധനങ്ങൾ വരും. ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനായാലും എത്ര എന്റെ ബെനിഫിറ്റിന് കാര്യങ്ങൾ എങ്ങനെയാ കിട്ടുമോ അങ്ങനെ ചെയ്യാൻ നോക്കുള്ളൂ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് ആളെ ബെനിഫിറ്റിന്. ഇപ്പൊ നീ എന്നെ യൂസ് ചെയ്യാനേ നോക്കുള്ളൂ. നിനക്ക് നിന്റെ ബെനിഫിറ്റിന് തന്നെ യൂസ് ചെയ്യാനേ നോക്കുള്ളൂ. ഞാനത് തിരിച്ചും ചെയ്യണം. ഞാൻ എന്റെ ബെനിഫിറ്റിന് നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റിന് കിട്ടുന്ന കാര്യങ്ങൾ അത് നോ പറഞ്ഞിട്ടായാലും റെഡിയാക്കാൻ നോക്കണം. അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ നീ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോ ഇതിന് പോയി, അത് ഷെഫിന്റെ കാര്യത്തിന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത്. അത് നീ ഇപ്പോ കമ്പ്യൂട്ടർ ഫീൽഡ് ആയിരുന്നല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ ഫീൽഡിൽ നിനക്ക് എന്തോ സോറി നമ്മള് വീഡിയോ കട്ട് ചെയ്യാണ്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെറുതായിട്ട് കട്ടായി പോയി. അപ്പോ ബാക്ക് ടു നമ്മള് ചോദിച്ചിട്ട് കാണുന്നുണ്ട് ചോദിച്ചാ. സോ നവീൻ ഇപ്പോ +2 കഴിഞ്ഞിട്ടാണ് ഷെഫിന്റെ +2 കഴിഞ്ഞിട്ട് പോയി. പോളി കഴിഞ്ഞിട്ടാണ് ഷെഫിന്റെ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കാനായിട്ട് എന്താണ് എനിക്കൊരു ഫാക്ടർ ആയത്? അതായത് ഇപ്പോ എന്തെങ്കിലും ഇൻഫ്ലുവൻസഡ് ആയിട്ടുണ്ടോ? അതായത് ഫാമിലീസിൽ ആരെയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഷെഫ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് പോവാനായിട്ട് കാരണം? ഫസ്റ്റ് ഞാൻ ഈ ഫീൽഡ് വിടാൻ, കമ്പ്യൂട്ടർ ഫീൽഡ് വിടാൻ കാരണം തന്നെ കൊറോണ. കൊറോണ ഉള്ള ടൈമിലാണ് നീ? കൊറോണ ടൈമില് ഫസ്റ്റ് ഇയർ ബേസിക് ഒന്നും അറിയില്ല കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണം എന്ന ഒന്നും അറിയില്ല, എല്ലാം കാണാപ്പാടാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് ഒന്നും അറിയാണ്ട് പിന്നെ ഒരു ബേസ് ഇല്ലാണ്ട് ഈ ഫീൽഡിൽ തുടരാൻ കുറച്ച് പറ്റുമോ, മണ്ടത്തരായിരിക്കൂലേ വീണ്ടും. ബേസില്ല ഭയങ്കര ഇഷ്യൂ ആണ്. ബേസില്ല നമുക്ക് അങ്ങനെ ചിന്തിച്ച് ഞാൻ കഴിഞ്ഞപ്പോഴും പിന്നെ എന്റെ ഫാമിലിയിലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണവരുണ്ട്. കസിൻ അല്ലേ? ചായ കൊണ്ടുവന്നാണ്. അതേപോലെ ഈ ഫീൽഡ് ഹോട്ടൽ ഫീൽഡിലാണെങ്കിൽ എപ്പോഴും വേക്കൻസി ഉണ്ട്. അത് ജോബ് കിട്ടാൻ ഇപ്പൊ പഠിച്ചിറങ്ങിയ അപ്പൊ തന്നെ ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും ജോലി സാധ്യതയുണ്ട്. എനിക്ക് പുറത്തുള്ളതായിരുന്നില്ലേ? പിന്നെ ഈ ഫീൽഡ് തന്നെ അന്ന് പിന്നെ എടുത്ത് ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫീൽഡിൽ നേരത്തെ പറഞ്ഞിരുന്നു ആ പ്രായത്തിൽ പൈസ ജോലി ഉണ്ടാക്കാൻ പൈസ ആ പ്രായത്തിലേക്ക് ഇരിക്കും എല്ലാരും തോന്നുന്നുണ്ട്. ഇപ്പൊ പൈസയോടൊപ്പം മെന്റൽ പീസോ വേണം. പ്രായത്തിന്റെ പിന്നെ കുഞ്ഞുടെ അവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 2 സ്ഥലത്ത്. എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു അവിടെ ഷെഫായിട്ട്? പിന്നെ സർവ് ചെയ്യല് അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അതിപ്പോ ഫസ്റ്റ് നീ ഇപ്പോ അത് കഴിഞ്ഞിട്ട് എവിടെയാണ് നിനക്ക് പ്ലേസ്മെന്റ് കിട്ടിയ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പോയത്? ആ ഒരു കോഴ്സ് ആയിട്ട് ബാംഗ്ലൂര് അവര് തന്നെ ഓക്കെ തന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ പഠിച്ചവര് തന്നെ സെറ്റ് ചെയ്തു ബാംഗ്ലൂർ. എവിടെ പഠിച്ചവിടെ? ഗവൺമെന്റ് സ്ഥാപനത്തിലാണ്. അത് 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. ബിസിനസ് ഹോട്ടലായിരുന്നു. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഹോട്ടൽ. അവിടുത്തെ കുറെ സ്റ്റോറി ഇല്ലേ? ഹോട്ടലിന്റെ പേരൊന്നും പറയണില്ല. ഹോട്ടലിന്റെ പേരെന്താണ്? അത്ര വലിയ നമുക്കും പണി ഇഷ്ടമെന്ന് അറിയാൻ പാടില്ല. ഹോട്ടലിന്റെ സീനാവും. ഹോട്ടലിന്റെ പേര് പറയണ്ട, അവിടുത്തെ നീ കണ്ട സ്റ്റോറീസ് അല്ലെങ്കിൽ അവിടത്തെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാവരും പോയി ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നവർക്ക് ബാഡ് ആയിട്ട് എന്തെങ്കിലും നടക്കുക പേര് മാത്രം 5 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ പോലെ തന്നെ ഹൈജീൻ ആരും മെയിൻറ്റെയിൻ ചെയ്യില്ല.
അവിടെ എല്ലാരും അങ്ങനെയല്ല. എല്ലാരും അങ്ങനെയല്ല. ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൽ എനിക്ക് ഹൈജീൻ മെയിൻറ്റെയിൻ തീരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഹെഡ് അപ്പൊ നോട്ടീസ് ചെയ്യില്ലത്, പക്ഷെ അവർക്ക് മൂവ്മെന്റ് മാത്രം ആ ഒരു മൂവ്മെന്റ് മാത്രം ഒരു ബാക്കി നോർമൽ. ബാക്കി ആ ഹോട്ടലിൽ തന്നെയല്ലേ മറ്റേ ഹാർദിക്കിന്റെ സീനുള്ളത്. അതെന്താ പറഞ്ഞോളൂ. കുറച്ച് സീനാണ്. ഇല്ല ഹോട്ടലിൽ തീരുമാനമില്ലല്ലോ. ഹാർദിക്കൊക്കെ വെച്ചാണ് ഈ റൂമിൽ വെക്കണ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകണം. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോണവര് കേട്ടോ. ഇല്ല എല്ലാ ഹോട്ടലും അങ്ങനെയാണെന്നല്ല. ഹാർപ്പിക്കിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലില് പാത്രം ഗ്ലാസും കഴുകും, കെറ്റിലടക്കം കഴുകാം ചൂടുള്ള. ഇത് നോർമലാണോ എന്ന് അറിയില്ല, പക്ഷെ കേട്ടിട്ട് ഇത് പ്രശ്നമായിട്ടാ തോന്നുന്നത്. ഹാർപ്പിക് പാത്രം കഴുകണ സാധനമല്ലേ, പാത്രം കഴുകാൻ പറ്റുമെന്ന് നല്ല ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്ത തുണി റിപ്ലേസ് ആകണം. അതേപോലെ തന്നെ ഈ ബാത്റൂം ഈ ഫ്ലോർ വൈപ്പ് ചെയ്ത ഈ ഡസ്റ്റർ കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കുടിക്കാൻ പോയ ഗ്ലാസും ഈ കെറ്റിലും ഞാൻ ആദ്യമായിട്ട് കേൾക്കണ്ട. ഇല്ലേ, ഞാനുണ്ടായിരുന്നില്ല. സംഭവം നമ്മളിപ്പോഴും പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റൂല എവിടെ പോയ. ബാംഗ്ലൂരാണ് കേട്ടോ. നമ്മ ചെറിയ വല്ല സ്ഥലത്താ, ചെറിയ സ്ഥലത്താ വല്ല സിറ്റിയില ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് ബാംഗ്ലൂരിലെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫോട്ടോ കൊടുക്കുകയാണ്. ഇല്ല മാക്സിമം ഞാൻ പറയണത് ഹെൽപ്പ് ചെയ്ത് വീട്ടിൽ തന്നെ സെറ്റ് ആക്കാന്നുള്ളതാണ് നല്ലത്. ഹോട്ടലിൽ ഇപ്പൊ ഫൈവ് സ്റ്റാർ ആയാലും നമുക്ക് അവിടെ എന്താ നടക്കണെന്ന് എല്ലാരും ഇങ്ങനെയാണെന്നല്ല ഞങ്ങള് പറയണം. ഇവന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത്. ഫൈവ് സ്റ്റാർ ഇപ്പൊ കഴിക്കണ ഫുഡ് പോയിസൺ വരാറുണ്ട്. ആ ഇതപ്പോ സെറ്റ് കിടക്കും പോയി പുറത്തുനിന്ന് കഴിക്കാൻ. സുഗ്രീവ് ഇപ്പൊ പുറത്തുനിന്ന് കഴിക്കാറില്ല. ഞാൻ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. ഞാനും സുഗ്രീവും ജിമ്മിൽ പോയപ്പോ എപ്പോഴും ഷവർമ കഴിക്കുമായിരുന്നു. ഷവർമ അല്ലെങ്കിൽ അൽഫാം. അവിടെ അടുത്തൊരു കടയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ പോയല്ലേ. പിന്നെ മത്സരം ടൈമിലൊക്കെ അതിനെ കുറയ്ക്കും. അത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മാർഷൽ ആർട്സ് നാഷണൽ ചാമ്പ്യൻ ആട്ടാ ഗ്രാപ്ലിംഗ്. ഗ്രാപ്ലിംഗ് എന്നാണ് പറഞ്ഞത്. ഗ്രാപ്ലിംഗ് എന്ന് പറയുമ്പോൾ റെസ്ലിംഗ് അല്ല. ഗ്രാപ്ലിംഗിൽ ഇപ്പൊ ടേക്ക് ഡൗൺ ചെയ്യാം, പിന്നെ കഴുത്ത്, കൈ, പിന്നെ കാലങ്ങനെ ഓരോ ലോക്ക് ചെയ്ത് സബ്മിഷൻ എന്ന് പറയും. അതായത് ഡിഫൻസ് ഫൈറ്റിംഗ് ഇല്ലാണ്ട് ഇത് ലോക്കിംഗ് ഒക്കെ മാത്രം. സ്ട്രൈക്കിംഗ് ഇല്ല. എന്നുവെച്ചാൽ ഡേഞ്ചർ ആവാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ ഒരാളെ കഴുത്തിൽ ലോക്ക് ചെയ്ത് പക്ഷെ അത് ടാപ്പ് ചെയ്തില്ല, ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോ തോക്കുക, ഞാൻ ജയിക്കും. അപ്പൊ ചിലവര് ടാപ്പ് ചെയ്യില്ല, അപ്പൊ ബോധം കെട്ടി വീഴും. പിന്നെ കൈ ലോക്ക് ചെയ്യുന്ന ഇവനും വന്നിരുന്ന് കുറച്ചാൾ ഇപ്പൊ നിർത്തി വെച്ചിരിക്കണി. വീണ്ടും വരണം, കുറച്ച് ലേസി സാമ്പാർ ചെയ്യുമ്പോ ഇപ്പൊ ആൾ ടാപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഗ്രാപ്ലിംഗ് അല്ല മെയിൻ. ഞാൻ MMA ട്രൈ ചെയ്യണത്. പിന്നെ ലാസ്റ്റ് 2 വീക്സിൽ ഞാൻ സൗത്ത് ഇന്ത്യൻ കിക്ക് ബോക്സിങ് ഇറങ്ങിയിരുന്നു. സിൽവർ മെഡൽ ഉണ്ടായിരുന്നുള്ളൂ, ഫൈനലിൽ പോയി. ഗ്രാപ്ലിംഗ് നാഷണൽ സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് പറയാല്ലേ. മാർഷൽ ആർട്സ് MMA ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ ജിമ്മിൽ പോണേലും എന്ത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ജിമ്മിൽ പോണ അറിയാന്ന് പറയണല്ല, എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് ജിമ്മിൽ പോണേലും. ജിമ്മിൽ ഞങ്ങൾ പോയിരുന്നു, ഞാൻ ഒരുമിച്ചാണ് ആദ്യം ഫ്ലെക്സിബിലിറ്റി, അതേപോലെ സ്ട്രെങ്ത്, സെൽഫ് ഡിഫൻസ്, ഈ 3 സംഭവം. ഈ 3 പ്രയോറിറ്റി എങ്കിൽ MMA അല്ലെങ്കിൽ മാർഷൽ ആർട്സ് മെയിൻ ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ്, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. ഒരു MMA ജിം, മാർഷൽ ആർട്സ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ. നോർമൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കൊരു മാർഷൽ ആർട്സ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതായത് ഇപ്പൊ ചില എല്ലാ ജിമ്മുകളും അല്ല, ഇപ്പൊ ഓൾഡ് സ്കൂൾ രീതിയിൽ പോകുന്ന ജിമ്മുകളുണ്ടാവും. ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇഞ്ചുറി ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ച് ഹാർഡ് ആയിരിക്കുള്ളൂ ട്രെയിനിങ് ഒക്കെ. ഇപ്പൊ ചില ജിമ്മുകളിൽ ഇപ്പൊ ബെൽറ്റ് കൊടുക്കുക ഒരു പേര്, ഇപ്പൊ സ്കൂളുകളിലൊക്കെ കരാട്ടെ ഒക്കെ നടത്തുന്നുണ്ടാവും.
അത് പേരിന് വേണ്ടിയാണ് നടത്തണത്. പ്രൊഫഷണൽ ആയിരിക്കും. ആ പിള്ളേർക്ക് ഗുണമൊന്നുമില്ല, മൈൻഡ് സെറ്റ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ജിമ്മ് ഒരുപാട് ഭയങ്കര ഡിഫറെന്റ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. മെയിനായിട്ട് മൈൻഡ് സെറ്റ് അവർ കറക്റ്റ് പറഞ്ഞിരിക്കും, ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് വേണം, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കും. നമുക്ക് ഫൈറ്റിംഗ് മാത്രമല്ല, ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് തരണം അവര്. അതെ, ചെറിയ അവിടെ കുറെ ചെറിയ പിള്ളേര് പോരുന്നുണ്ടല്ലോ അവിടെ, ചെറിയ പിള്ളേര് അവർക്ക് തന്നെ മൈൻഡിലെ ഒരു നല്ലൊരു ടഫ് സിറ്റുവേഷൻ വന്നാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ചെറുപ്പത്തില് തന്നെ. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്. അതെ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പോയി മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും സിറ്റുവേഷൻ സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് ചെയ്യാം. സിറ്റുവേഷൻ പറഞ്ഞില്ലേ, ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അതെങ്ങനെ ഫിസിക്കലാ അല്ലെങ്കിൽ മെന്റലി? ഇപ്പോ ഞാൻ പറയാം, ഇപ്പൊ എനിക്കിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, പിടികിട്ടുന്നൊക്കെ ഒരു പേടി ഉണ്ടാവും നമുക്കൊരു ഫൈറ്റ് നടന്നല്ല, ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആയിട്ട് നടന്നിരിക്കാം. നമുക്കുള്ളിൽ പേടിണ്ടാവും, എടുക്കുവോ, അതായത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുമൂന്ന് കിട്ടുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫിയർ മാറും, നമുക്ക് എനിക്കോ അങ്ങനത്തെ ഒരു ഫിയർ മാറും അല്ലെ. പിന്നെ പിള്ളേരെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവര് ആ ടഫ് സിറ്റുവേഷൻ മീൻസ് അവർക്ക് സ്റ്റാർട്ടിങ്ങില് തന്നെ ഒരു സംഭവം കൊടുക്കുകയാണ്, ഒരു പാഷൻ പോലെ ഡ്രഗ്സിക്കും കാര്യങ്ങളിലൊക്കെ പോകാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു സംഭവം കൊടുക്കുമ്പോ അവർക്കൊരു, കാരണം അവരത് അടിച്ചാൽ അവർക്ക് പ്രോഗ്രസ് പോകും. കാരണം ഡ്രഗ്സോ അങ്ങനത്തെ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മാർഷൽ ആർട്സിൽ പെർഫോമൻസ് കുറയും. ഇത് വേറെ ഒരു പോഡ്കാസ്റ്റ് ആണ്, അത് നമുക്ക് സംസാരിക്കാം. പിന്നെ ആദ്യം പറഞ്ഞില്ല നോ പറയാനുള്ള സിറ്റുവേഷൻഷിപ്പ്. അപ്പൊ ഒരുപാട് സാഹചര്യങ്ങളിലും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോ നോ പറയില്ല, ഇല്ലേ? ചിന്തിച്ചു നോക്കി, ചില സാഹചര്യങ്ങളില് അറിയാത്ത ഒരാള് വന്ന് ഒരു കാര്യം പറയണ, ഫിസിക്കലി വലിയായിട്ടുള്ള ഒരാള് ചിലപ്പോ നമ്മ നോ പറയില്ല, ആള് പറയണ കാര്യം ചെയ്യും. അതെ, ഒരു പേടി. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മ നോ പറയും. അതാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ അത്യാവശ്യം സൈസ് ഉള്ള ഒരാൾ വന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്നിക്സും സ്കിൽസും അറിയാൻ അത് ചിലപ്പോ പറ്റൂലായിരിക്കും, നമുക്ക് അടിച്ചിടാൻ പറ്റൂലായിരിക്കും. അതൊരു കോൺഫിഡൻസ് നോ പറയാനുള്ളൊരു ഇത് കിട്ടും നമുക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ചിലപ്പോ ആള് ഫൈറ്റ് ചെയ്യില്ലായിരിക്കും, പക്ഷെ നമ്മ എല്ലാരും എനിക്ക് ചെയ്യുന്നതിനും ഒന്ന് അനലൈസ് ചെയ്യും, ഇയാൾ അടിച്ചിടാൻ പറ്റുമെന്ന് ഉള്ളിൽ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പോലും അറിയാൻ പറ്റൂലായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒരു നല്ല സൈസുള്ള ഒരാളെന്ന് ഞാൻ നോ പറഞ്ഞ ഐഡി കിട്ടുമോ, ഇനി കിട്ടിയാലുള്ള വേദന ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് മെയിൻ ആയിട്ട് നോ പറയണത്. പിന്നെ ഈ MMA പഠിക്കണ എനിക്ക് പെയിൻ നല്ലോണം അറിയാം, അതായത് കിട്ടിയിട്ടുള്ള അതിന്റെ സീനൊക്കെ അറിയാം, കറക്റ്റ് സംഭവം അറിയാം. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് കിട്ടിയാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കണ്ടീഷൻ ആയാണ് അവരിപ്പോ അത് പറയാൻ കുറെ പറയണം. നമുക്ക് മൈൻഡ് സെറ്റും പിള്ളേരെ വേറെ പോഡ്കാസ്റ്റ് എന്തായാലും പറയാം. അപ്പോ ബാക്ക് ടു അവർ 5 സ്റ്റാർ ബാക്ക് ടു നമ്മുടെ ചായ കുടിക്കുമ്പോ 5 സ്റ്റാർ ഇപ്പോ 5 സ്റ്റാർ ഹോട്ടൽസിന്റെ കാര്യം അങ്ങനെയാണ്. അവൻ പോയോടത്ത് ഉണ്ടാകുന്ന അനുഭവം കാര്യങ്ങളും അവൻ പറഞ്ഞു. അപ്പൊ ഈ ബാംഗ്ലൂരത്തെ ലൈഫ് എങ്ങനെയാണ്? ബാംഗ്ലൂർ പിന്നെ നീ പോയപ്പോ കോടിയൊക്കെ കോടികളൊക്കെ കണ്ടില്ല. ബാംഗ്ലൂരിന്റെ സീറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അറിയില്ല ഞാൻ കാരണം എന്താണെന്ന് അറിയില്ല. എവിടെ പോയപ്പോഴും ഇതേപോലെ വീട്ടിൽ കഴിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ റോട്ടിൽ ഒരാള് മരിച്ചത്. നോർമൽ ആൾക്കാരൊക്കെ പോണ റോട്ടിൽ അത് വണ്ടി ഇടിച്ചോ അങ്ങനെ അറിയില്ല. ബ്ലഡ് ഉണ്ട്, ശ്രദ്ധിച്ചില്ല. ബ്ലഡ് ആണ് ആളെ മനസ്സിലായി. പോലീസ് മാത്രം, വേറെ നാട്ടിൽ ആൾക്കാരൊന്നുമില്ല. കിടക്കണായിരിക്കാം ചിലപ്പോ, അറിയില്ല. കണ്ടപ്പോ തന്നെ എനിക്ക് വേണ്ടായി. ബാംഗ്ലൂർ തന്നെ വേറെ ഇതേപോലെ പ്ലാറ്റ്ഫോമിലോ തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു, അവിടെയും കണ്ടിരുന്നു ഒരു ട്രെയിൻ തട്ടി കിടക്കണം. സൂയിസൈഡ് ആയിരിക്കും, അറിയില്ല. ഞാൻ മെഡിക്കൽ കോളേജൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ സീനായി ഒരു നെഗറ്റിവിറ്റി എന്തോ ഒരു സംഭവം. എന്റെ കൂട്ടുകാരുണ്ട്, അപ്പൊ അവന് ഞാൻ കാക്കനാട് ടൈമില്, അപ്പൊ അവിടുന്ന് അവന് പനിയായിട്ട് പോയിട്ട് അവരൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. മീൻസ് വന്ന് ചിലപ്പോ അപ്പൊ തന്നെ ചെറുക്കാരങ്ങനെ വെച്ചേക്ക് കുറച്ച് അപ്പൊ അവിടെ
നമുക്ക് കാണാനും മെഡിക്കൽ കോളേജിൽ പോയവർക്ക് അറിയാം. കോളേജ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ വന്നിപ്പോ ഒരാൾ ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവും. മീൻസ് ഇഞ്ചുറി ആയിട്ട് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണുമ്പോ ഒരു കരച്ചിൽ ബഹളവും അതും ഇതൊക്കെ നെഗറ്റീവ് അല്ലാതെ ബാഡ് വൈബ്. അപ്പോ ബാംഗ്ലൂരില് നിനക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെ വർക്ക് ടൈം എങ്ങനെയായിരുന്നു? വർക്ക് ടൈം 16 മണിക്കൂർ വരെ പണിയെടുത്തത്. 16 മണിക്കൂർ. സാലറി എത്രയായിരുന്നു അവിടെ? സേഫിന്റെ ട്രെയിൻ 2000. നമ്മളതുകൊണ്ട് പണിയെടുപ്പിക്കണപ്പോ പട്ടിപ്പണിയാണ്. എല്ലാത്തിലും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. പക്ഷെ അവൻ അവിടെ പോയിട്ട് അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടു. നമ്മൾ ഇത് തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെയാണ് ഇപ്പോ എന്നെ കുറിച്ച് ഞാനും ഓണ്ടർപ്രണർഷിപ്പ് നോക്കാം. നമുക്ക് നോക്കാം, എന്താവും നോക്കാം. നമ്മളെ മെയിൻ തുടക്കം എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. ക്യാമറ മുന്നിൽ സംസാരിക്കുമ്പോ നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ പഠിക്കാം. എന്റെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല, എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, ഈ ഷൈനസ് മാറ്റണം. ക്യാമറ ആണെങ്കിൽ ഒരു ബെറ്റർ സൊല്യൂഷൻ കണ്ടന്റ് ക്രിയേഷൻ ആണ്. ക്യാമറ എടുക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യാം, ഇടാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട് ഇത് ചെയ്യാൻ. നീയല്ല ആദ്യം പറഞ്ഞ പോഡ്കാസ്റ്റ് ചെയ്യാതെ, സുബിനോട് ആദ്യം പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സംഭവം. അതായത് ഞങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുള്ളത്, ഞാൻ പോഡ്കാസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ശ്രീസ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് കിട്ടിയില്ല പോഡ്കാസ്റ്റ് ആണ്. നീ കാണണം. ഇപ്പൊ നിങ്ങൾക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ, പൊളിറ്റിക്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ട ഒരു കറക്റ്റ് ആ ഒരു ചേട്ടൻ തന്നെയാണ്. അവര് പോഡ്കാസ്റ്റാണ്, കിട്ടിയില്ല പോഡ്കാസ്റ്റ് കാണണം. ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ഹിസ്റ്ററി, പഴയ കാര്യങ്ങള്, സത്യസന്ധമായിട്ട് പറയും. അത് നിങ്ങൾ കാണണം. അടിപൊളി പോഡ്കാസ്റ്റാണ്. അവർ പ്രസന്റ് ചെയ്യുന്ന രീതി ആ ഒരു ലെവലിലേക്ക് എത്താനാണ് ഞാനും ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. സത്യമായിരിക്കുന്നല്ല, അത് അവർക്ക് തോന്നുന്ന സംഭവം പറയുന്നുണ്ട്. എല്ലാരും പറയില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട് മൈൻഡിലുള്ളത്. സ്ക്രിപ്റ്റഡ് അല്ല, ജസ്റ്റ് മൈൻഡിൽ തോന്നുന്നു. അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അറിയാം. അതായത് ബുക്ക് വായിച്ചിട്ടുള്ള സംഭവം കാര്യങ്ങൾ, ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആണ്. ജനങ്ങളോട് സേഫ് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ പറയണം. കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അവര്. അതായത് കറന്റ്ലി ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ സീൻസ്, കുഴപ്പമുള്ള കാര്യമൊക്കെ പിന്നെ അറിയാതെ അതിന്റെ പറയാനുള്ള അവിടെ എനിക്ക് കുറെ കൂടുതലൊന്നും അറിയില്ല. നോക്കിയിട്ട് നമുക്ക് അറിഞ്ഞതിന് ശേഷം പറയാം. കാരണം അറിയാണ്ട് പറഞ്ഞ ഈ മെയിൻ ആയിട്ട് അറിയുന്ന നേപ്പാളിൽ ഇഷ്യൂ ഒക്കെ വൺ പീസ് ആണ്. ഞാനൊരു വൺ പീസിന്റെ ഫ്ലാഗ് ഒക്കെ കൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്തിരുന്നതാണ്. അതല്ലേ വൺ പീസ് ആക്ച്വലി എനിക്ക് കുറെ റിയൽ വേൾഡ് സിനാനികളായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആനിമി കൂടിയാണ് വൺ പീസ്. ഒരു ആനിമി സ്റ്റോറി ലൈൻ അടിപൊളിയാണ്. അതായത് ഗവൺമെന്റ് മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് അല്ല. അത് അമ്മാരെ പോഡ്കാസ്റ്റ് ആണ് എനിക്ക് മനസ്സിലാക്കാം. വൺ പീസ് അറിയാലോ. ഇപ്പൊ കേട്ടിട്ടുണ്ട്, സംഭവിക്കാറില്ല. ഒരു ചെറിയ ഡ്രീമാണ് വൺ പീസ് ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ പോകാനൊക്കെ ഉള്ളത്. അവന്റെ ഒരു ഡ്രീമിന് വേണ്ടി അച്ചീവ് ചെയ്ത് പോകാൻ. അതിൽ ആ ചെക്കൻ്റെ പേരെന്നാണ്, അതാണല്ലേ ഐഷോ സ്പീഡ്. ചെക്കനൊക്കെ ആനിമ കണ്ടാലും നമുക്ക് ഇൻസ്പയർ ആവും. ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇൻസ്പയർ ആയത് വൺ പീസ് കണ്ടിട്ടാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ്. ലൂഫി എന്ന് പറഞ്ഞാണ്ടല്ല, ലൂഫിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പേടിയില്ല. നീ എന്ത് വിചാരിക്കണമെന്നൊന്നുമില്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്ന് ലൂഫിയുടെ മുന്നിൽ വന്ന് നിന്നാലും അതൊന്നൊരു കുട്ടിയല്ല, അത് ഇമ്മച്ചൂടായോണ്ട് അതന്നെ ഇമ്മച്ചൂടായിട്ട് പറയാണ്. പക്ഷെ കളങ്കമില്ലാത്ത പക്ഷെ അത് കറക്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ മനസ്സിൽ നിന്ന് നിൽക്കൂല, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അത് എത്ര വലിയ പവർഫുൾ ആളായാലും അത് മുഖത്ത് നോക്കി പറയും. റിയൽ ലൈഫിൽ കുട്ടികളെയാണ് നിഷ്കളങ്കമില്ലാണ്ട്. പിന്നെ ആ ഒരു എന്തൂസിയാസം, അവര് ഭയങ്കര എനർജറ്റിക് ആണ് ലൂഫി. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ അടുത്ത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടറാണ് ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ആ ഒരു ടീമും നമ്മളെ ഞാൻ മനസ്സിലാക്കണ ആ ഗ്രൂപ്പിൽ ഒരാളുണ്ടായിരുന്ന അല്ലെങ്കിൽ എനിക്ക് അതേപോലെ ആവാൻ പറ്റിയത്
ലൂഫി ഭയങ്കര ഇൻസ്പയർ. പിന്നെ ഈ നമ്മുടെ റിയൽ ലൈഫ് ഗവൺമെന്റിന്റെ സീനൊക്കെ പറയുന്നുണ്ട്. സ്ലേവറി അതേപോലെ ഇൻഫോർമേഷൻ നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഗവൺമെന്റ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നത്. മീഡിയാസ് എല്ലാം പറഞ്ഞത് ശരിയൊന്നുമല്ല. അത് നിങ്ങളെ റിസർച്ച് ചെയ്ത് നോക്കിയാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ട ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയൊന്നുമല്ല. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും. പിന്നെ ഞാൻ കാണാൻ സജസ്റ്റ് ചെയ്തിട്ട് നറൂട്ടോ സജസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ വൺ പീസ് കണ്ടിട്ട് നറൂട്ടോയില് കുറെ കാര്യങ്ങൾ നറൂട്ടോയില് കുറെ പേഴ്സണലി എന്നെ നറൂട്ടോ ഇൻസ്പയർ ആക്കിയിട്ടുണ്ട്. അതായത് ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ള സംഭവം നറൂട്ടോ കിട്ടിയിട്ടുണ്ട്, വൺ പീസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഗീവ് അപ്പ് ചെയ്യരുത് എന്നുള്ളൊരു ആ ഒരു കംപ്ലീറ്റ് തോട്ട് എനിക്ക് കിട്ടിയേക്കണത് നറൂട്ടോ. അതായത് ഒരു കഴിവില്ലാത്തൊരു തരാണ് നറൂട്ടോ. ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ നാട്ടില് ഇതുള്ളതിന് ഒരു കഴിവില്ലാത്തൊരാണ് നറൂട്ടോ. ഞാനൊരു കഴിവ് ആനിമീസും നിങ്ങൾക്ക് കുറെ പേര് ഇപ്പോ കാർട്ടൂണായിട്ട് തന്നെ കാണുന്നുണ്ടെന്നുള്ള ആനിമീസ്. പക്ഷെ കാർട്ടൂൺ അപ്പുറം എനിക്ക് തോന്നുന്ന അടിപൊളി സ്റ്റോറി ലൈൻ വൺ പീസിന്റെ അതല്ല, ഒരു 1000 എപ്പിസോഡ് മുന്നുള്ള ചെറിയ ഡീറ്റെയിൽ ആയിരിക്കും ചിലപ്പോ അടുത്ത എപ്പിസോഡിൽ വരാൻ പോണായിട്ട് ഇങ്ങനെയൊക്കെ വൺ പീസിന്റെ വൺ പീസ് ലൂഫി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും മൊത്തമൊക്കെ പറയും. അതേപോലെ ഭയങ്കര എനർജറ്റിക് ആണ് ലൂഫി, എപ്പോഴും ചിരിച്ചെടുത്ത്. അതെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ജീവനാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ലൂഫി ചാടിപ്പോ സ്വന്തം കാര്യം നോക്കൂല ലൂഫി. ലൂഫി ഒരാൾക്ക് ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ലൂഫി നിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു മൈൻഡാ ലൂഫി. പല കാര്യങ്ങളും ഗവൺമെന്റ് കറപ്ഷൻ, സ്ലേവറി, അതേപോലെ ഗവൺമെന്റ് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഗവൺമെന്റ് നമ്മളെ പറയണൊക്കെ ഐഡിയ വെക്കലുണ്ട്. കറക്റ്റ് നമ്മുടെ റിയൽ വേൾഡ് സാധനങ്ങള് വൺ പീസിൽ പറയുന്നുണ്ട്. അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. എപ്പിസോഡുകളുണ്ട്. അതാണ് ഞാൻ കാണാത്തത്. നിങ്ങൾ 1000 കണ്ടല്ലേ? നീ കണ്ട ഒരു എപ്പിസോഡ് എന്തോരം 1000 എപ്പിസോഡൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും 1000 എപ്പിസോഡ് മുന്നേ ചിലപ്പോ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിരിക്കും. 1000 എപ്പിസോഡ് കഴിഞ്ഞിട്ട് വലിയൊരു സംഭവമാണ്. ഇത് അനിമി മാത്രമാണോ അല്ലെങ്കിൽ വല്ല ഇൻസ്പയർഡ് ആണോ? ബുക്ക് എഴുതിക്കൊണ്ടിരിക്കണം. മാങ്ക എന്ന് പറയും. അപ്പൊ ആദ്യം അനിമയാണ് വന്നത്. മാങ്ക കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴും. മനസ്സിലായി. വേറെ പിള്ളേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ഞാൻ കാണാൻ ചാൻസ് ഇല്ല, നോക്കാം. അതിന്റെ സിനിമയുണ്ട്, പക്ഷെ അത്ര ഭയങ്കര ഹൈപ്പായി നിക്കണല്ലോ, ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കണല്ലോ. പിന്നെ നേപ്പാള്, പിന്നെ വേറെ ഇന്തോനേഷ്യയിലെ നേപ്പാളിലും പ്രൊട്ടസ്റ്റ് ചെയ്തേക്കണൊക്കെ മറ്റേ വൺ പീസിന്റെ ഫ്ലാഗ് വെച്ചിട്ടൊക്കെയാണ്. ഇതിപ്പോ പിള്ളേരെ ഭയങ്കര ഇൻസ്പയർഡ് ആണല്ലേ? യൂത്തിന് ഇൻസ്പയർഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സാധനം ഹോപ്പാണല്ലേ, ഹോപ്പ്, അതേപോലെ ഒരു സാധനത്തെ പ്രതികരിക്കാൻ അതൊക്കെ നേപ്പാളൊക്കെ വൻ സീനാണ്. നേപ്പാളിലെ ഡീറ്റെയിലായിട്ട് എനിക്ക് അറിയാത്ത അവിടെ സീനുണ്ട്. സീനൊക്കെ പറഞ്ഞാലേക്ക് ഞാൻ ഡീറ്റെയിലായിട്ട് നോക്കിയിട്ടൊന്നുമില്ല അവിടുത്തെ സീൻ എന്താണെന്ന്. പൊളിറ്റിക്കലി എനിക്ക് നോളജ് അത്യാവശ്യം കുറച്ച് കുറവാണ്. പിന്നെയും നോളജ് വന്നിട്ടുള്ള ഫ്രീസ് പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടിട്ട് അതുൽസുകളുടെ കണ്ടിട്ടൊക്കെ ഉള്ള നോളജ് മാത്രമേ കറപ്ഷനെ കുറിച്ച് വർത്താനം പറയാം. എങ്ങനെ ഇത് എസ്കേപ്പ് ആവാ അവര് പ്രസന്റ് ചെയ്ത രീതിയായിട്ട് വരും. അപ്പൊ നീ നമ്മൾ പറഞ്ഞത് പോകണ്ടല്ലേ ഈ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റ് ആയിരുന്നു വലിയ ടോപ്പിക് ഇല്ല. പറഞ്ഞു വന്നതാണ്. നേപ്പാളിലെത്തി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നിർത്തിയത് ബാംഗ്ലൂർ. അപ്പൊ ബാംഗ്ലൂർ എത്ര ആണെന്ന് 3 മാസം.
പേഴ്സണലി ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. ഞാൻ ബാംഗ്ലൂർ പോകണമെന്നൊക്കെ പണ്ട് അല്ല ഓഫ് വർക്ക് ടൈമിൽ നീ എന്ത് ചെയ്യുന്നു? അപ്പൊ മലയാളികൾ ഉണ്ടായിരുന്നു? ആ മലയാളികൾ മലയാളികൾ പിള്ളേര് എത്ര ഇതായില്ല, ലിങ്ക് ആയില്ല. ലിങ്ക് അല്ല, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് റഷ്, ഓട്ടം തന്നെ. ഏത് സ്ഥലമായിരുന്നു? ആ എത്ര 1 hour ആയ? 5:30 സ്റ്റോപ്പ് ചെയ്യും. 5:16 25 സ്റ്റോപ്പ് ചെയ്യും. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ബാംഗ്ലൂരത്തെ കഴിഞ്ഞ് എന്താ പരിപാടി ഉണ്ടായിരുന്നത്? അപ്പോഴും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല, എന്നെ തന്നെ ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോഴും നല്ല റിഗ്രറ്റ് ഉണ്ട്. ബാംഗ്ലൂർ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒരു 6 മാസത്തോളം വെറുതെ. ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഇതേമാതിരി എന്തെങ്കിലും നല്ല കോഴ്സ് പഠിക്കാൻ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേ. അല്ല ഇപ്പൊ നമ്മളെ തന്നെ ഇപ്പൊ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. അപ്പൊ അത് ഏറ്റവും വലിയ ഉദാഹരണം യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ഇപ്പൊ തന്നെ യൂട്യൂബില് പഠിക്കാം. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സോഷ്യൽ മീഡിയ ശരിക്കും കോഴ്സിനെ കുറിച്ച് ഡെഡിക്കേറ്റഡ് ഒരു വേണമെങ്കിൽ അടുത്ത പോഡ്കാസ്റ്റ് കോഴ്സിന്റെ നമ്മുടെ കാര്യം പറയാം. കോഴ്സ് ഇത്തിരി സീനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സെൽഫ് ലേൺ ആണ്. ഞാൻ കോഴ്സിന് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ കോഡിങ്, ഞാൻ ഡെവലപ്പറാണ്. അപ്പൊ ഞാൻ കോഡിങ് പഠിച്ചൊക്കെ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഒരു ഇത്തിരി കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഒരു കോഴ്സ് എടുത്തത്. അതിന്റെ കാര്യം കഥ ഞാൻ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പഠിക്കാൻ പോകട്ടെ മാത്രമേ. അതെ, എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ട്, പക്ഷെ ഒരു കോഴ്സ് ഒന്നും പഠിക്കാൻ പോയിട്ടില്ല. കോഴ്സ് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഹരിയാണക്ക് അപ്പൊ യൂട്യൂബ് ഒക്കെ പഠിക്കുമ്പോ ഒരു വെബ്സൈറ്റ് നോക്കി സെറ്റാക്കും. നമുക്ക് എല്ലാ ഇൻഫർമേഷൻ അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോ ആൾക്കാർക്ക് പറയുന്നുള്ളൂ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഇപ്പൊ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ കോഴ്സസ് ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും ഞാൻ പറയണം. കോഡിങ്ങിന്റെ കാര്യത്തിൽ എനിക്കറിയാവുന്ന കോഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയൊരു ടൈമില് നിങ്ങൾക്ക് പെട്ടെന്ന് ബേസിക് പഠിക്കുകയാണെങ്കിൽ ഒരു കോഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ല, ടൈമുണ്ട്, ഇത്തിരി ടൈമുണ്ട്, പൈസ ചെലവ് ചെയ്യാനല്ല, സെൽഫ് ലേജാണ് ഏറ്റവും ബെറ്റർ. സെൽഫ് ലേജിൽ നിങ്ങൾക്ക് 2 കാര്യം പഠിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് സെൽഫ് ലേജിൽ പഠിച്ച പേരെ എന്തും പഠിക്കാൻ പറ്റും. എനിക്ക് കോഡിങ് ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്താൽ പഠിച്ചത്. എനിക്ക് നാളെ ഹാക്കിംഗ് പഠിക്കണം, റിസർച്ച് ചെയ്തിട്ട് പിന്നെയും പഠിക്കാം. കാരണം എനിക്കറിയാം എങ്ങനെ റിസർച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ഒരു സ്കില്ല് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എങ്ങനെ ഗൂഗിൾ ചെയ്യണം, എങ്ങനെ റിസർച്ച് ചെയ്യണം, എവിടെ നോക്കണം, എന്ത് പോയിന്റിൽ എന്ത് നോക്കി പഠിക്കണം. ഒരു കാര്യമുണ്ട്, നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ ഒരു പാറ്റേൺ കിട്ടും. ആരൊക്കെ കാണണം, ആരൊക്കെ കാണണ്ട, ഏതൊക്കെയാണ് ചീത്ത നോളേജ്. അത് കിട്ടും. കോഴ്സ് എടുത്ത് പഠിച്ചാൽ നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ സെൽഫ് ലേൺ ചെയ്യാൻ നോക്കാം. കോഴ്സ് മാത്രം പഠിച്ചെടുത്ത ജോലി കിട്ടുന്നില്ല. ഇപ്പോഴത്തെ നോക്കുമ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് വില്ലേജിലാണേ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ എനിക്കറിയാൻ കുറെ പേരുണ്ട്, ഫോളോവേഴ്സിൽ കുറെ പേരുണ്ട്. എല്ലാരും സെൽഫ് ലേണിംഗ് ആണ്. നമ്മളൊക്കെ ഒരു ഇതിലായിരുന്നു. അതെ, നമുക്ക് അന്നേരം പറഞ്ഞുതരാൻ കരിയർ യൂസ് ചെയ്യാനത് പിന്നെ കമ്മ്യൂണിറ്റി അത്ര അടിപൊളിയാണ്. ഇപ്പൊ കോഡിങ് കമ്മ്യൂണിറ്റി ആയാലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആരായാലും പറഞ്ഞുതരോളാം. ആരും മൈൻഡ് വെക്കും, അയ്യോ പറഞ്ഞ വലുതാവും, അങ്ങനെ ഒരു മൈൻഡ് ഒന്നുമില്ല. ആരായാലും പറഞ്ഞോളൂ, ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഹെൽപ്പിംഗ് മൈൻഡ് ആണ്, എല്ലാവരും ഹെൽപ്പിംഗ് മൈൻഡ് ആണ്. ഞാൻ കണ്ടതിൽ വെച്ച് എല്ലാവരും ഹെൽപ്പിംഗ് മൈൻഡ് ആണ്. എനിക്ക് ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തതിന്റെ ഒരു മെസ്സേജ് ഞാൻ അവരും കാണുന്നില്ല. എല്ലാവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. യൂട്യൂബില് വീഡിയോ ഇടായിരുന്നു, ഫേസ്ലെസ് ആണ് യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാമില്. പക്ഷെ അങ്ങനെ കുറെ ആൾക്കാർ മെസ്സേജ് കയറി അല്ലെ, വർക്കും കിട്ടിയിരുന്നു. വർക്ക് കിട്ടിയിരുന്നു. ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ സ്റ്റോറി ചെയ്യാൻ നമുക്ക് ഷെയർ ചെയ്യാം, ലിങ്കിലൊക്കെ അവിടെ കൊടുക്കാം. എല്ലാവരും ഇൻസ്റ്റാഗ്രാം കൊടുക്കാം. സോ ഞാൻ വലിയ ചാനലൊന്നല്ല, ചെറിയ ചാനലാണ്. ബേസിക്കലി ഞാൻ തുടക്കത്തില് പറഞ്ഞ പോലെ തന്നെ ഇത് കോഡിങ്ങിന്റെ ഡോക്യുമെന്റ് കാണാൻ. ആക്ച്വലി ഞാൻ ചെയ്യുന്ന കാര്യം ഡോക്യുമെന്റ് ചെയ്യാം. കുറെ പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടെന്ന് പറയാനുണ്ട്. താങ്ക് യു. ഞാൻ ഇൻസ്പയറിംഗ് ആവാൻ വേണ്ടി എന്റെ കാര്യങ്ങൾ അവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ വെറുതെ ഇരിക്കല്ല, ഡോക്യുമെന്റ് ചെയ്തിട്ട് കുറച്ചാളായിട്ട് മൈക്കിന്റെ ഇഷ്യൂ. കണ്ടന്റ് ക്രിയേഷനും ഒരു വിധത്തില് സെൽഫ് ഇംപ്രൂവിംഗ് ആണ്. അതെ,
നമ്മുടെ ചെയ്യുമ്പോഴും ഇതിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. ഇന്ന് കാണുന്ന ഞങ്ങളായിരിക്കും ഒരു 5 പോഡ്കാസ്റ്റ് കാണാൻ പോകണം. അതെ, ഞങ്ങൾ ചിലപ്പോ ബോഡി ലാംഗ്വേജ് മാറാം, ഇത്തിരി ഇമ്പ്രൂവ് ആവാം, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവാം, അനാലിസിസ് ചെയ്യും. ബേസിക്കലി പോഡ്കാസ്റ്റ് ഇപ്പൊ ഇതിനകത്ത് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നുന്നു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. പേഴ്സണലി എന്തൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ അടുത്ത പോഡ്കാസ്റ്റിൽ അത് ബെറ്റർ ആക്കാം. നിങ്ങളും കമന്റ് ചെയ്യുക ഇതിനകത്ത് എന്തൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. സോ 5:21 1 മണിക്കൂർ എടുത്തായി. നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല, ഒരു അരമണിക്കൂറിൽ സെറ്റ് ആക്കുന്നതൊക്കെ വിചാരിച്ച. പക്ഷേ ഫസ്റ്റ് ടൈമില് ഞാനിതുവരെ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഫേസ് കാണിച്ചാലും കാണിക്കാണ്ട് ചെയ്ത് ഫേസ് ഇങ്ങനെ ചെയ്ത് നോക്കിണ്ട്, റെക്കോർഡ് നോക്കിണ്ട്, എവിടെ അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഫസ്റ്റ് ടൈമാണ്. കുറെ മിസ്റ്റേക്ക് തോന്നുമായിരിക്കും, പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ആഴ്ചയിൽ കാണുമ്പോ ഒരു വീഡിയോ വെച്ച് സെറ്റ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നോക്കാം, ചെയ്യാം. എന്തായാലും ചെയ്യും. ഈ വീഡിയോസ് എന്തായാലും വരും. സംഭവം അതിന്റെ പേരല്ല അങ്ങനെയാ അതിന്റെ പേര് 5:22. ഇവിടെ 5:22 ഏകദേശം 1 hour കറക്റ്റ് ടൈം അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ചെറുപ്പത്തിലുള്ളവരുണ്ട്. ചെറുപ്പത്തിലുള്ള ഞങ്ങൾ 3 പേരും വീഡിയോ എടുത്തിട്ടാണ്. ഇവൻ ആക്ച്വലി എന്റെ ബന്ധുവാണ്, എന്റെ കസിനാണ്. അംഗനവാടി തുടങ്ങി എനിക്കറിയാം. അംഗനവാടി പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ചാണ്. പിന്നെ ഇടയ്ക്ക് ക്ലാസ് എയും ബിയും ഒക്കെ മാറി. അതായത് ഇപ്പൊ 4ാം ക്ലാസ് ബി അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം ചെറുപ്പത്തിലുള്ള ഒരു കൂട്ടാണ്. ഡിഗ്രി ആയപ്പോ വേറെ സ്ഥലത്ത് പോയി, ഞാൻ വേറെ സ്ഥലത്ത് പോയി. ഒരാളും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ആള് ജോലി. ആള് മാത്രമാണ് നമ്മുടെ ക്ലബിലില്ലാത്ത, നമ്മളോട് അല്ലാത്തത്. അത് ടീമിലുള്ള ആളാണ്, പക്ഷേ അത്യാവശ്യം സാലറി, ബേസ് സാലറി തന്നെ അത്യാവശ്യം സാലറിയിൽ കയറി. നമുക്ക് സന്തോഷം, ചെക്കനും ഹാപ്പി. അവനും അടുത്ത സ്റ്റെപ്പിക്ക് കടക്കാൻ നോക്കിയിട്ട് അവരെ ഇമ്പ്രൂവ് ആവാൻ നോക്കാണ്. സെറ്റ് ആവട്ടെ, ചെക്കൻ വരും. ചെക്കൻ നമുക്ക് ഒരു ദിവസം കൊണ്ടുവരാം. അതിന്റെ പേരല്ലേ. അപ്പൊ അതിന്റെ പേരാണ്. നിങ്ങളിപ്പോ ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത പോഡ്കാസ്റ്റിൽ ഈ പറഞ്ഞ വേറെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ കാണാം. See you soon. See you guys.